നമ്മുടെ ഒരു ജനൽ ഉണ്ടാക്കാനായിട്ട് എത്ര ദിവസം എടുക്കും? അതും ഒരു പടുകൂറ്റൻ ജനലാണെങ്കിലോ, 4 പാളിയുടെ പടുകൂറ്റൻ ജനലാണെങ്കിലോ. നമ്മുടെ വീഡിയോ ഇന്ന് അതാണ്. കാരണം പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം പണ്ട് കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തടിപ്പണി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിന്തേരൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് പൊഴികളുണ്ടാക്കി അങ്ങനെ ഭയങ്കരമായ പരിപാടീസാണ്. പക്ഷെ ഇപ്പോൾ കാലം മാറി, എല്ലാം മെഷീനറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അധികം ആളുകളിലേക്ക് എത്താത്ത കുറച്ച് കാഴ്ചകളാണ് നമ്മളുടെ ഈ ജനലുണ്ടാക്കുന്ന വീഡിയോയിലുള്ളത്. അപ്പോൾ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഈ കാണിക്കുന്ന തടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജനലുണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മളുടെ തടി മില്ലിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് ഈ ഉള്ളിൽ കാണുന്ന പൊടിയാണ്, അതായത് നമ്മൾ ഇടക്കാലൊക്കെ വന്നു പൊടിയാണ്. ഇത് നമ്മുടെ ഉളിയും മറ്റ് കൊട്ടുടിയൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇടയ്ക്കുള്ള പട്ട എന്ന് പറയുന്ന പട്ട വീഴാനുള്ളൊരു ഹോളിട്ട് എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ജനലിലേക്ക് ഫ്രെയിം ഉണ്ടല്ലോ, ആ ജനൽ ഫ്രെയിമൊക്കെ നമുക്ക് നേരത്തെ അതേപോലെ തന്നെ ഉളിയും മറ്റു കാര്യം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ആ പൊഴി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ കാലം മാറി ഈ കാണുന്ന മെഷീനറി ഉപയോഗിച്ചുകൊണ്ടാണ് നിസ്സാര സമയം കൊണ്ടാണ് ആ ജനൽ ഫ്രെയിമിൻ്റെ ആ ഇടയ്ക്ക് വീഴുന്ന ആ ഒരു ഏരിയ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബിറ്റ് കാര്യമൊക്കെ മാറ്റിയിട്ടിട്ടാണ് തോന്നുന്നു സംഭവം ചെയ്യുന്നത്. അപ്പോൾ വളരെ അതായത് ഒരു 2 മിനിറ്റ് കൊണ്ട്, എനിക്കൊന്ന് 2 മിനിറ്റ് മതിയാവും ഇത്രയും നീളത്തിലുള്ള വലിയൊരു സംഭവത്തിൻ്റെ പൊഴി ഇട്ട് നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ എടുക്കാനായിട്ട് പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ജനൽ കൂട്ടുന്നതിന് മുന്നേ അവസാനമായിട്ട് നമ്മൾ ഡിസ്ക് പേപ്പർ ഇട്ടൊന്ന് പ്ലെയിനിങ് സംഭവം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നെയാണ് ഇതിനകത്തുള്ള ബാക്കിയുള്ള പൊഴികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് തൊട്ടടുത്ത സെഗ്മെൻറ്റിലായിട്ട് ഞാനിപ്പോൾ ഇതാ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന നമ്മളുടെ ഇത്രയും വലിയ ജനലാണ് നമ്മൾ അടുത്ത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതിൻ്റെ കാലും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പൊഴിയും കാര്യമൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ചിസിലും കൊട്ടുപൊടിയൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ കട്ടർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പട്ട ഇടാനുള്ള ഹോള്. അപ്പോൾ ഇതിട്ട് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്ന മെഷീൻ ഉപയോഗിച്ചിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള ഹോൾ ഇടുന്നത്. അപ്പോൾ ഈ പൊഴിയുടെ ഹൈറ്റ്, അതായത് നമ്മുടെ പട്ട വീഴുന്നതിൻ്റെ ഡെപ്ത് ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് സെറ്റ് വെച്ചിട്ട് ഈ കാണുന്നതിൻ്റെ കൂട്ട് ആണ് നമ്മളുടെ ആ ഒരു പട്ടയ്ക്ക് ആവശ്യമായ ഹോൾ ഇടുന്നത്. അത് ഈ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഹോൾ ഇടാനായിട്ട് 1 മിനിറ്റ് സമയം വേണ്ടി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പടപടയെന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും ഹോള്, നമുക്ക് പട്ട ഇടാനുള്ള എത്ര പട്ടയുണ്ടോ അതിൻ്റെ ഹോള് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ വലിയ ഒരു ജനൽ. അപ്പോൾ അതിൻ്റെ ബാക്കി ചെറിയ കുറച്ച് മിനുക്ക് പണീസാണ്. അതായത് നമ്മുടെ പൊഴി ഇടുന്ന സമയത്ത്, അതായത് പൊഴിയല്ല, നമ്മുടെ കാലെടുത്തിടുന്ന സമയത്ത് അവിടെ ചെറിയ 1-2 ചെറിയ സംഭവം സെറ്റ് ചെയ്യാണ്ട് അതിൻ്റെ ഫൈനൽ മിനുക്ക് പണിയിലാണ്. അപ്പോൾ 2 സൈഡിലെ അടിപ്പലകയും സൈഡിലെ കുറുക്കും അങ്ങനെയുള്ള എല്ലാ സംഭവം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതോടെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നേരെ ഇതിൻ്റെ സെറ്റിംഗ് ആണ്. അതായത് നമ്മൾ 4 സൈഡിലെ ഫ്രെയിം കൂട്ടുന്ന പരിപാടി. അപ്പോൾ അങ്ങനെ ഫൈനൽ പരിപാടി അവിടെ ചെറിയൊരു പൊഴി പോലെ ചെറിയ ഹോൾ പോലെ ഇടണമായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു, ബാക്കി കംപ്ലീറ്റ് സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി നേരത്തെ ചിലവ് നമ്മുടെ ബ്ലേഡ് വെച്ച് കട്ട് കളഞ്ഞിട്ട് ബാക്കി നമ്മുടെ ചിസിലും കാര്യമൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ സൈഡിലെയും അതുപോലെ കുറുക്ക് വടിയും എല്ലാം ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സാധനത്തിന് കൂട്ടുകയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് 4 സൈഡിലെ ഫ്രെയിം കൂട്ടുകയാണ് ചെയ്യുന്നത്. ആ ലാസ്റ്റ് 2 എൻഡിലെയും നമ്മുടെ ഈ പറഞ്ഞിട്ട് കാലിടുന്നതിന് മുന്നേ നമ്മൾ അതിനകത്ത് ഇതുപോലെ ഹോൾ ഇടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഭിത്തിയിലേക്ക്, അതായത് കട്ട കെട്ടിയിരുന്ന സമയത്ത് നമ്മൾ ക്ലാമ്പ് ഇട്ട് നമ്മൾ സാധാരണ ജനലോ കട്ടളൊക്കെ വെക്കാറ് അതുകൊണ്ട്. അപ്പോൾ ചിലർ ആണി അടിച്ച് വെക്കും. പക്ഷേ ഒന്നുകൂടെ നല്ലതെന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾ നട്ട് ബോൾട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ വാഷറൊക്കെ ഇറങ്ങിക്കിടക്കുന്ന ഡെപ്തിൽ നമ്മൾ ഈ ഹോൾ ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 10 mm ബിറ്റാണ്, നമ്മുടെ സ്ക്രൂ ആണ്, നട്ട് ബോൾട്ടാണ്. അപ്പോൾ അത് ഇറക്കി വെക്കാനുള്ള ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഇത് പുട്ടിയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ പോകും. ഇപ്പോൾ ആരും കാണത്തൊന്നുമില്ല നട്ട് ബോൾട്ടാണോ ആണിയൊക്കെ ഇട്ടത്. അപ്പോൾ ഈ എന്താ പറയുക, ചൂട്ടൊന്ന് ബലത്തിലും കിട്ടും, തുരുമ്പിച്ചൊക്കെ പോകാനുള്ള സാധ്യത വളരെ കുറവിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, പെട്ടെന്ന് ചീത്തയായി പോകുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ട് എല്ലാ സൈഡിലെയും സാധനം ഒന്ന് പറക്കിയിടുകയാണ്.
ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് 4 സൈഡും ഒന്ന് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് നിർത്താം. അപ്പോൾ കൊള്ളിച്ച് നിർത്തിയതിന് ശേഷം നമ്മളുടെ അളവും കാര്യമൊക്കെ നോക്കിയിട്ട് പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് എന്താ പറയുക ഈ പറയാ ആപ്പ് വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അടിച്ച് ലെവൽ ചെയ്തെടുക്കും. കറക്റ്റായിട്ട് സൈഡെല്ലാം ലെവൽ ചെയ്തതിന് ശേഷം അകത്ത് കിടക്കുന്ന ആ കുറുക്കിൻ്റെ എല്ലാം ഇനിയിപ്പോൾ എന്താ ഇതേപോലെ തന്നെ ആപ്പടിച്ച് അതും ഇതേപോലെ തന്നെ ടൈറ്റാക്കി വെക്കും. അപ്പോൾ സൈഡെല്ലാം കൂട്ടിയതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്നതിൻ്റെ കൂട്ട് പട്ടയിടൽ പരിപാടിയാണ്. അപ്പോൾ പട്ടയിടുന്ന സമയത്ത് ഇവിടെ ഹോൾ ഇടിയിക്കുന്ന സമയത്ത് തന്നെയാണ് തടിക്കാത്ത സൈഡിൽ കാണുന്ന ഹോളെല്ലാം വർക്ക്ഷോപ്പിൽ നിന്ന് വരുമ്പോൾ അവരെ കൊണ്ട് തന്നെയാണ് ഇടിയിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് വലിയ ജനലായതുകൊണ്ടാണ് ജസ്റ്റ് നമുക്ക് ബെൻഡ് ഇടാൻ പറ്റുന്ന. ചെറിയ ജനലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് പട്ട ഇട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ 4 സൈഡും കൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ വളരെ എളുപ്പമാണ്, നമുക്ക് ഈ പറഞ്ഞിട്ട് വളച്ചിടാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിനകത്ത് കമ്പി കയറ്റലാണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പണ്ട് അടിച്ചൊക്കെ കയറ്റിയ സമയത്ത് ഇപ്പോൾ മെഷീനറി ഹാമറുണ്ട്. സോ ഹാമർ വെച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ഹാമറിങ് മെഷീൻ. അതിനകത്തൊക്കെ കമ്പി കയറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെ സാധനം അങ്ങോട്ട് തള്ളി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഒരു 3-4 ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഇടയ്ക്ക് കമ്പി കയറ്റുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ഓയിലും അതോടൊപ്പം തന്നെ നമ്മുടെ മെഴുക്, ഇപ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന മെഴുകാണ്. അപ്പോൾ തേച്ച് കൊടുക്കാറുണ്ട്, കാരണം പെട്ടെന്ന് ആ തടിക്കകത്തൂടെ കയറി ഇറങ്ങി പോകാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ തൊട്ട് ഒറ്റ ദിവസം കൊണ്ടല്ല നമ്മുടെ ഈ ജനലുണ്ടാക്കിയപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ തടിയുടെ എടുത്തുകൊണ്ട് വന്നിട്ട് പൊഴിയും ഹോളുകളെല്ലാം ഒരു ദിവസം ഇട്ട് വേറെ ദിവസം വന്നിട്ട് ബാക്കിയുള്ള സെറ്റ് ചെയ്തു. അങ്ങനെയാണ് സംഭവം ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തിന് പകുതി സമയം മാത്രം മതിയെന്ന് തോന്നുന്നു നമുക്കിത് ഇത്രയും കട്ടള കൂട്ടിയെടുക്കാനായിട്ട്, എന്നിട്ട് കമ്പിയെല്ലാം കയറ്റി എല്ലാം സെറ്റാക്കി എടുക്കാനായിട്ട്. ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏങ്ങോണിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളാത്ത രീതിയിലാവും നമ്മുടെ തടിയും കാര്യമൊക്കെ. അപ്പോൾ അതിന് പെർഫെക്റ്റായിട്ട് വർക്ക് അറിയാവുന്നവർക്ക് മാത്രമേ ഈ രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് നമുക്ക് ഈ തടിയുടെ കിട്ടിയ വർക്കേഴ്സ് എന്ന് പറയുന്നത് സൂപ്പറാണ്. ബിനു എന്ന് പറഞ്ഞ ചേട്ടനാണ് നമ്മുടെ ഇതെല്ലാം നമ്മൾ കോർഡിനേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ വരും വീഡിയോസിൽ പുള്ളിയുടെ ഒക്കെ വർക്ക് നല്ല രീതിയിൽ കിടിലായിട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ ഒരു വീട് പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഒരെണ്ണത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുക എന്ന് പറയത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതുപോലത്തെ ഇൻഫോർമേഷൻസ് ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വീട് പണിയാനൊക്കെ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ട്രാവലും ടെക്കിൻ്റെയൊക്കെ വീഡിയോടൊപ്പം തന്നെ ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ രീതിയിലാണ് നിസ്സാരമായ രീതിയിൽ നമ്മളുടെ ജനൽ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ജനലിലെ കംപ്ലീറ്റ് പരിപാടികൾ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രൈമറൊക്കെ അടിച്ചിട്ട് നേരെ കമ്പിക്കാത്ത, അതേപോലെ ഇനി നമ്മുടെ തടിക്കകത്തേക്ക് പ്രൈമർ അടിച്ചിട്ട് ഇനി പണിയാൻ നേരത്തെ ഇതെടുത്ത് കയറ്റിയാൽ മാത്രം മതി. കണ്ടില്ല, നിസ്സാരമായ സമയം കൊണ്ട് പെട്ടെന്ന് നമ്മൾ ജനൽ കൂട്ടിയെടുത്ത് ഈ മെഷീനറീസിൻ്റെ ഉപയോഗം വന്നപ്പോഴത്തേക്ക് നമ്മളെന്താ കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് തുടങ്ങി.
അപ്പം നിങ്ങൾ കണ്ടല്ലോ എത്ര ദിവസമാണോ എത്ര മണിക്കൂറാണോ നമുക്കൊരു ജനൽ ഉണ്ടാക്കാനായിട്ട് വരുന്നത്. അത് ഇത്രയും വലിയ പടുകൂറ്റൻ ജനൽ കാണിക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ അവൾ ഈ ഒരു ജനൽ ഉണ്ടാക്കും എന്നാണ് ഇത്രയും സമയം മതി. അപ്പോൾ ബാക്കിയുള്ള ഫർണിച്ചറുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ജനലോ കട്ടളൊക്കെ ഉണ്ടാക്കുമ്പോഴേ എത്ര നിസ്സാരമായ സമയം മതി എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക നേർക്കാഴ്ചയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് എന്ന രീതിയിൽ കരുതണ്ട. കാരണം വെച്ചാൽ ഈ മെഷീനറീസൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ തടി പിന്നെ ഉപയോഗശൂന്യമാവും. അപ്പം നന്നായിട്ട് പണി അറിയുന്നവർക്കാണെങ്കിൽ ഇത് വളരെ നിസ്സാരമായ സമയം മതി. ഇപ്പോൾ ഇത് എൻ്റെ പുറകിൽ ഈ കാണുന്ന ഇവിടെയാണ് നമ്മളുടെ ഹോള് വരുന്നത്. അപ്പോൾ ഈ ഹോളിൻ്റെ ഈ പറയുന്ന ദാണ്ടെ ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളത്തിലാണ് നിങ്ങൾ ആ കണ്ട ജനൽ വരുന്നത്. ഒരു 1.5 അടി സംതിങ് നമ്മൾ കട്ട് ചെയ്തിട്ട് ബാക്കി ഫുൾ ലെങ്ത്തിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനലാണ്. അപ്പോൾ ഈ ജനൽ കാണിച്ചതിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ടാണ് അത്രയും വലിയ ജനലിൽ നമ്മൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ വീട് പണിയും ജോലിയുടെ ഒക്കെ തിരക്കാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇപ്പോൾ വളരെ കുറവായിട്ട് വരുന്നത്. അപ്പോൾ ഉടനെ ഇതുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോ നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് ശ്രീരാജ് സൈനിങ് ഓഫ് ഫ്രം vblog4u.